എല്ലാവർക്കും ലാ ഫെമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കോട്ട്ലൻഡിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ ഔട്ട്ലുക്ക് എങ്ങനെയാണ്, ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇവിടുത്തെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇത് വോക്കേഴ്സ് ഗ്രൂപ്പിൻ്റെ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഡെവലപ്മെൻറ്റും ഇവരുടെ തന്നെയാണ്. 5-6 മാസം മുമ്പ് പ്ലെയിൻ ആയിട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇത്ര പെട്ടെന്ന് അവിടെ വീടുകളൊക്കെ വന്നു തുടങ്ങി എന്നുള്ളതാണ്. സ്കോട്ട്ലൻഡിലെ കൺസ്ട്രക്ഷൻ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വളരെ ഫാസ്റ്റാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ ടിമ്പർ ഫ്രെയിം സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. ടിമ്പർ എന്ന് പറയുന്ന പ്രത്യേക വുഡ് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് സ്ട്രക്ചറൽ ഫ്രെയിം ആക്കി മാറ്റുകയാണ്. റൂഫും വോളൊക്കെ ഉണ്ടാക്കാനായിട്ട് അവർ ഈ ടിമ്പർ ഫ്രെയിം യൂസ് ചെയ്യും. ഇവിടെ ഇപ്പം 3, 4, 5 ബെഡ്റൂം വീടുകളാണ് ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ പണിയും പൂർത്തിയായി കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കും ആ ഏരിയ മൊത്തം. ഇവിടുത്തെ വീടുകൾ കണ്ടോ, എല്ലാം ഏകദേശം ഒരേപോലെയാണ്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തന്നെ ബുദ്ധിമുട്ടാണ്. എല്ലാ വീടുകളിലും നമ്പർ ഇട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒരു സൈഡിൽ ഈവൻ നമ്പറുകളും മറു സൈഡിൽ ഓഡ് നമ്പേഴ്സും. ആ രീതിയിലാണ് വീടുകളുടെ ഒരു അറേഞ്ച്മെൻറ്റ്. മിക്ക റെസിഡൻഷ്യൽ ഏരിയ ആയാലും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഏരിയ, ഒരു ചെറിയൊരു പാർക്ക് ഉണ്ടാവും. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഡെവലപ്മെൻറ്റിലുണ്ട് കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്ക്. അവിടെ ആകുമ്പോൾ സേഫായിട്ട് നമുക്ക് കുട്ടികളെ കളിക്കാൻ വിടാം. നമുക്ക് വീട്ടിലിരുന്നിട്ടായാലും കാണാൻ പറ്റും അവർ കളിക്കുന്നത്. മാത്രമല്ല നമ്മളുടെ ഈ ഏരിയയിലുള്ള കുട്ടികളായിരിക്കും ഇവിടെ കളിക്കാൻ വരിക. അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും തന്നെ ഉണ്ടായില്ല. 10 വർഷം മുൻപ് ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ വരുമ്പോഴുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ വീടിൻ്റെ റെൻറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടി എന്നുള്ളതാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് 2 ബെഡ്റൂം ഫ്ലാറ്റിനൊക്കെ 450 പൗണ്ട്, 500 പൗണ്ട്, അതായത് 45,000 രൂപ, 50,000 രൂപയൊക്കെ ആയിരുന്നു മാസം റെൻറ്റ്. പക്ഷേ ഇപ്പോൾ അത് ഒരു ബെഡ്റൂം ഫ്ലാറ്റിന് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഈ ലിവിങ്സ്റ്റൺ ഏരിയയിൽ തന്നെ 650 പൗണ്ട് കൊടുക്കണം. 2 ബെഡ്റൂം ആകുമ്പോൾ അതൊരു 950, അതായത് 1,00,000 രൂപയോളം ആണ്. ഏകദേശം ഇരട്ടി വിലയുണ്ട് ഇപ്പോൾ റെൻറ്റിന് വാങ്ങിക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് വീട് വാങ്ങിക്കാനായിട്ട് നോക്കിയാലും. ഇപ്പോൾ ഈ വോക്കേഴ്സിൻ്റെ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടുകൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതാണെങ്കിൽ 3, 4, 5 ബെഡ്റൂം വീടുകളാണ്. അതിൻ്റെയൊക്കെ വില 2.5 കോടി മുതൽ 5 കോടി വരെയാണ് റുപ്പീസിലേക്ക് പറയുമ്പോൾ. അപ്പോൾ അത്രമാത്രം വില കൂടിയിരിക്കുന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ UK ആദ്യമായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളവരോടൊക്കെ പറയാനുള്ള ഒരു അഡ്വൈസ്, എത്രയും വേഗം വീട് വാങ്ങിക്കാൻ നോക്കുക. ഓരോ വർഷം കഴിയും തോറും വീടിൻ്റെ വിലയൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്കോട്ട്ലൻഡിലെ കൗൺസിൽ ടാക്സ് നമ്മൾ ഓരോ മാസവും കൊടുക്കേണ്ടതുണ്ട്. അത് ഒരു ലോക്കൽ അതോറിറ്റിയാണ് കൗൺസിൽ ടാക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ അനുസരിച്ചും നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു വാല്യുവേഷനൊക്കെ അനുസരിച്ചാണ് കൗൺസിൽ ബാൻഡ് നിശ്ചയിക്കുന്നത്. ബാൻഡ് A മുതൽ ബാൻഡ് H വരെയുള്ള 8 ബാൻഡുകളിലായിട്ടാണ് കൗൺസിൽ ടാക്സ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ബാൻഡ് A എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ആണ്. അവർ ഒരു വർഷത്തേക്ക് ഏകദേശം 1,490 പൗണ്ടോളമാണ് കൗൺസിൽ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. അത് ഏറ്റവും ഹയസ്റ്റ് ബാൻഡ് വരുമ്പോൾ ബാൻഡ് H ആകുമ്പോൾ അത് ഏകദേശം 5,200 പൗണ്ടോളം വരും. ഈ കൗൺസിൽ ടാക്സിൽ തന്നെയാണ് സ്കോട്ട്ലൻഡിൽ വെള്ളത്തിനും പിന്നെ വേസ്റ്റ് വാട്ടറിൻ്റെ സർവീസ് ചാർജൊക്കെ ആയിട്ട് അതെല്ലാം ഈ കൗൺസിൽ ടാക്സിൽ തന്നെ ഉൾപ്പെടും. നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിന് നമ്മളൊന്നും ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു ചെറിയ എമൗണ്ടേ ഉള്ളൂ. അതെല്ലാം ഈ കൗൺസിൽ ടാക്സിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ വാട്ടർ ചാർജ് സെപ്പറേറ്റ് ആയിട്ടും അവരുടെ യൂസേജ് അനുസരിച്ച് ബില്ല് അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. സ്കോട്ട്ലൻഡിൽ ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന വെള്ളത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. സ്കോട്ട്ലൻഡിലുള്ള വെള്ളം വളരെ പ്യുവറാണ്, ഹൈ ക്വാളിറ്റി ഉള്ള വെള്ളമാണ്. നമ്മൾ ടാപ്പ് വാട്ടറാണ് ഇവിടെ കുടിക്കുന്നത്, അത് കുട്ടികളായാലും നമ്മളായാലും. അത്രയും സേഫായിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. സ്കോട്ടിഷ് വാട്ടർ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു കമ്പനിയാണ് ഇത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുന്നതും ഇതിൻ്റെ സേഫ്റ്റി ചെക്കെല്ലാം നടത്തുന്നത്. ഇവർ വീടുകളിലൊക്കെ വന്നിട്ട് റാൻഡം സാമ്പിൾസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ചെക്ക് ചെയ്യും. അത് പ്രോപ്പറായിട്ടൊരു മോണിറ്ററിങ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. സ്കോട്ട്ലൻഡിൽ ലഭിക്കുന്ന വിസ്കിയുടെ പ്രത്യേകത, അത് കുടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പൊതുവെ പറയപ്പെടുന്നത് സ്കോട്ടിഷ് വിസ്കി ഭയങ്കര ടേസ്റ്റാണെന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സ്കോട്ട്ലൻഡിലുള്ള വെള്ളം തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. മാത്രമല്ല സ്കോട്ട്ലൻഡിലെ വെള്ളം സോഫ്റ്റ് വാട്ടറാണ്. അതിൽ മിനറൽസിൻ്റെ എമൗണ്ട്, അതായത് കാൽഷ്യം, മാഗ്നീഷ്യം കുറവാണ്. അതുകൊണ്ട് തന്നെ അത് വെള്ളം സോഫ്റ്റാണ്. നമുക്ക് കുടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. സ്കോട്ട്ലൻഡിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.